നമസ്കാരം. പെൺകോന്തന്മാരായ ആൺമക്കളെ ആക്ഷേപിക്കാനായി പണ്ടത്തെ തള്ളമാര് പറയുന്ന ഒരു ചൊല്ലുണ്ട്. നീക്കി തള്ളുന്ന അച്ചിക്ക് നിരങ്ങി അടുക്കുന്ന നായർ. അത്തരം ഗതികെട്ടവന്മാരുടെ അവസ്ഥ ഭയാനകമാണ്. ഇത്തരമൊരു ഗതികെട്ട അവസ്ഥയിലായിരിക്കുകയാണ് കണ്ണൂരെ സഖാക്കൾ. നാഗസ്വരക്കാരൻ കുഴലൂതും പോലെ വീർപ്പിച്ച കവിളുമായി വന്ന് വല്ലപ്പോഴും MP ജയരാജൻ ഒരു കാഴ്ച കാച്ചും. ഈ ഊത്തുവിദ്വാൻ കാരണം നിത്യവും പാർട്ടിയിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. നാഗസ്വരത്തിൻ്റെ പ്രധാന കുഴലിൽ വിരലുകൾ വെക്കുന്നതിനായി 7 ദ്വാരങ്ങളാണുള്ളത്. ശ്രുതി ക്രമീകരിക്കുന്നതിനായി താഴെ ദ്വാരങ്ങൾ വേറെയുമുണ്ട്. മൂക്കിലൂടെ ശ്വാസമെടുത്ത് കവിളിൽ വായു നിറച്ച് നിർത്താതെ വായിക്കുന്ന സർവ്വശ്വാസം എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. MP ജയരാജൻ സർവ്വശ്വാസവും എടുത്ത് കവിളിൽ വായു നിറച്ച് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഗുണങ്ങൾ ഉരുവിടുകയാണ്. ഇനിയിപ്പോൾ കർക്കടക മാസമാണ് വരാൻ പോകുന്നത്. വമ്പിച്ച ആടിമാസ കിഴിവാണ് എവിടെയും. അതിൻ്റെ ഭാഗമായി വലിയൊരു ഓഫർ MP ജയരാജൻ വയ്ക്കുകയാണ്. തെറ്റുതിരുത്തിയാൽ TK ഗോവിന്ദനും കുഞ്ഞൂഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. നോക്കണേ, പാർട്ടിയെ വെല്ലുവിളിച്ച് പറയാവുന്നതെല്ലാം പറഞ്ഞ് എതിർപക്ഷത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയവരാണ് ആ 2 പേരും. അവരെയാണ് വമ്പിച്ച ഓഫർ കൊടുത്ത് MP ജയരാജൻ തിരിച്ചു വിളിക്കുന്നത്. ആരെയും വിസ്മയിപ്പിക്കുന്ന അത്ഭുതകരമായൊരു ഓഫറാണത്. MLA സ്ഥാനം കൂടി രാജിവെച്ചിട്ട് വേണം തിരിച്ചു വരാനെന്ന് പറയാതിരുന്നത് ഭാഗ്യം. ഗോവിന്ദനും കുഞ്ഞൂഷ്ണനും ഈ പാർട്ടിയെ നീക്കി തള്ളുകയാണ്. പക്ഷേ അവരിലേക്ക് നിരങ്ങി അടുക്കുകയാണ് പാർട്ടി. ഈ തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് തിരുത്തേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി കക്കുകയും മോഷ്ടിക്കുകയും ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ വായടച്ച് ഇരുന്നു കൊള്ളണം. നാക്ക് പിഴുതെടുത്ത് പാർട്ടി സെക്രട്ടറിയുടെ മേശമേൽ വെച്ച് കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമസ്താപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. അവസാന കാലത്ത് പാർട്ടിക്കൊടി നെഞ്ചത്ത് വിരിച്ച് അന്ത്യയാത്ര പോവുക എന്ന് പറയുന്നത് വിഷ്ണുപദം പോകുന്നത് പോലെ മോക്ഷം കിട്ടുന്ന ഒരു സംഭവമാണ്. പാർട്ടിക്കൊടി പുതച്ച് മരിച്ചു കിടക്കുന്നവൻ നേരിട്ട് മാർക്സിൻ്റെ പാദങ്ങളിൽ വിലയം പ്രാപിക്കും. MP ജയരാജൻ ഒന്നും കാണാതെയല്ല ഈ കുലംകുത്തികളെ തിരിച്ചു വരാൻ വിളിക്കുന്നത്. രാജ്യസഭയിലേക്ക് ഇനി ഒരു അംഗത്തെ കേരളത്തിൽ നിന്നും CPM വിടണമെങ്കിൽ LDFൻ്റെ അംഗസംഖ്യ 35 മേൽ വേണം എന്നാണ് കണക്ക്. വോട്ടെടുപ്പ് വേളയിൽ ഗോവിന്ദനും കുഞ്ഞുകൃഷ്ണനും ഒതുക്കത്തിൽ ഓരോ വോട്ട് കാച്ചിയാൽ അവരങ്ങ് രക്ഷപ്പെടും. എന്നാൽ കുലംകുത്തികളെയും വർഗവഞ്ചകരെയും ഇങ്ങനെ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് അന്തസ്സുള്ള ഏർപ്പാടല്ല എന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. തെറ്റ് തിരുത്തുന്നവരെ സാധാരണ തിരിച്ചെടുക്കുന്നതാണ് പൊതു നിയമമെങ്കിലും ഇവരുടെ കാര്യത്തിൽ ആ നിലപാടല്ലെന്ന് സൂചനയാണ് ഗോവിന്ദൻ നൽകുന്നത്. തൻ്റെ ഭാര്യയോട് TK ഗോവിന്ദൻ കാണിച്ച കൊടുംചതി ഒരു കാലത്തും ഗോവിന്ദൻ മറക്കില്ല. അതുകൊണ്ടെന്താ സ്വന്തം വീട്ടിലും കിടപ്പുമുറിയിലും പോലും ഗോവിന്ദന് സ്വസ്ഥതയില്ല. ഈ ജയരാജൻ്റെയും ഗോവിന്ദൻ്റെയും ഒക്കെ വർത്തമാനങ്ങൾ കേട്ടാൽ തോന്നും ആ TK ഗോവിന്ദനും കുഞ്ഞുകൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചു ചെല്ലാൻ വല്ലാതെ കൊതിമൂത്തിരിക്കുകയാണെന്ന്. അല്ല ജയരാജ, വർഗവഞ്ചകരെ തിരിച്ചു വിളിച്ച കൂട്ടത്തിൽ നിങ്ങൾ ചെറ്റയെന്ന ബിരുദം കൊടുത്ത് ആദരിച്ച അമ്പലപ്പുഴയിലെ G സുധാകരനെ കൂടി എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കാത്തത്? സുധാകരനെ തിരിച്ചു വിളിച്ച് നല്ല ഒന്നാന്തരം ആട്ട് കിട്ടുമെന്ന് ഇവർക്കറിയാം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവിക്ക് കാരണം പാർട്ടി അംഗങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണയാണ് എന്നാണ് പാർട്ടി നിലപാട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വലിയ ധാരണയായിരുന്നല്ലോ. വർഗവഞ്ചകർക്കെല്ലാം വലിയ പാർലമെൻ്ററി വ്യാമോഹമാണ് എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. 3 തവണ MLA ആയ പുള്ളി 4ാമത്തെ തവണ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിനെ അധികാരമോഹമെന്നൊന്നും വിളിച്ചേക്കരുത്. ജനങ്ങളെ കുടുംബസഹിതമിറങ്ങി സേവിക്കാനുള്ള ഒരുതരം ത്വര മാത്രമാണത്. വർഗവഞ്ചകരെ തിരിച്ചു വിളിച്ച MP ജയരാജൻ്റെ നിലപാടിനെ ഗോവിന്ദൻ രംഗത്തിറങ്ങി തിരുത്തിയതോടെ ജയരാജൻ പ്ലേറ്റ് അങ്ങ് മാറ്റി. എങ്ങനെ തെറ്റ് തിരുത്താമെന്നതിന് നല്ലൊരു പോംവഴിയും ജയരാജൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദാനിയും മുഖ്യമന്ത്രിയുമായി ഉണ്ടാക്കിയ ഡീലിലും PM ശ്രീ വിഷയത്തിലും എതിർപ്പ് പ്രകടിപ്പിച്ച് തെറ്റ് തിരുത്താവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ UDFൻ്റെ പിന്തുണയിൽ ജയിച്ചു ചെന്ന വർഗവഞ്ചകർ CPM വേണ്ടി നിയമസഭയിൽ പ്രവർത്തിക്കണമെന്ന്. ഇതൊക്കെ ഒരുമാതിരി കാഞ്ഞ ബുദ്ധി തന്നെയാണല്ലോ ജയരാജ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ ഒപ്പിട്ടപ്പോൾ കണ്ണടച്ചിരുന്ന പുള്ളികളാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഇത്രയൊക്കെ ആയിട്ടും പണ്ട് തിരിമറി കേസിൽ ആ മധുസൂദനൻ തെറ്റുകാരനാണെന്ന് ഈ പാർട്ടി സമ്മതിച്ചിട്ടില്ല. കാരണം പാർട്ടിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല മക്കളെ. അതിനെ നയിക്കുന്നവർ അത്രയേറെ ആദർശവാന്മാരും ഉദാത്തന്മാരും പുണ്യാത്മാക്കളുമാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്ന മട്ടിലാണ് അവരുടെ പോക്ക്. എവിടെയാണ് തെറ്റെന്ന് ജനം നന്നായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി കോട്ടകൾ പോലും തകർന്നടിഞ്ഞത് എന്ന സത്യം ഈ മരമണ്ടന്മാർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അഴിമതിയെ ചോദ്യം ചെയ്യുകയും
അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെയാണ് കണ്ണൂരിലെ സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോഴും കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും കാണുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് അവർക്കുണ്ടായ ജയം. അത് പക്ഷേ ഇപ്പോഴും പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയൊക്കെ ആസനം പൊള്ളി അത്യാസന്ന നിലയിലായിട്ടും പാർട്ടിയെ ചോദ്യം ചെയ്തവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ. സത്യത്തിൽ ഈ പാർട്ടിയെപ്പറ്റി നമുക്ക് ഒരു ചുക്കും അറിയില്ല. അതറിയാവുന്ന ഏക മനുഷ്യൻ പിണറായി വിജയനാണ്. പക്ഷേ അതിയാനെ ഇപ്പോൾ ചുക്കിനും കൊള്ളില്ല, ചുണ്ണാമ്പിനും കൊള്ളില്ല.